ഞാൻ മാർപ്പാപ്പയെ ഓർക്കുന്നത്, അല്ലെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ലാളിത്യം കൊണ്ടും സഹജമായ സൗമ്യഭാവം കൊണ്ടും ജനഹൃദയങ്ങളെ കീഴടക്കിയ അതുല്യ സ്നേഹം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ദീപ്ത സ്മരണകൾ കൊണ്ട് ഉള്ളു തിളയ്ക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ എല്ലാ നേതൃത്വങ്ങൾക്കും ഉദാത്ത മാതൃകയാണ് പരിശുദ്ധ പിതാവ്. എല്ലാ അധികാര കേന്ദ്രങ്ങളിലും കണ്ടുപഠിക്കാനുള്ള പാഠപുസ്തകമായി അദ്ദേഹം എക്കാലത്തും നിലകൊള്ളും. കേവലം വാക്കുകൊണ്ട് അടയാളപ്പെടുത്താവുന്ന ഒന്നല്ല. അദ്ദേഹത്തിന്റെ ആചാര ശുശ്രൂഷ ഒരു പുരുഷായുസ് മുഴുവൻ ദൈവവേലയ്ക്ക് സ്വയം സമർപ്പിക്കുകയും ആ ശുശ്രൂഷയിലേക്ക് ആയിരങ്ങളെ അയക്കുകയും ചെയ്തതിന്റെ ആത്മസംതൃപ്തിയോടെയാണ് അദ്ദേഹം സ്വർഗീയനാകുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ മതിലുകളില്ലാത്ത സ്നേഹത്തിന്റെ ആൾരൂപമായി തലമുറകൾക്ക് പകരുന്ന നിതാന്ത സാന്നിധ്യമായിരുന്നു പരിശുദ്ധ പിതാവ്. ഏത് പ്രതിസന്ധി നർമ്മബോധത്തോടെ നേരിടാനുള്ള കഴിവ് പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. അനാരോഗ്യം മൂലം രാജിവെക്കുന്നു എന്ന വാർത്തകളോട് അദ്ദേഹം പ്രതികരിച്ചത് ഇതിന്റെ ഉദാഹരണമാണ്. കാൽമുട്ടുവേദനയും നടുവേദനയും മൂലം വിരമിക്കുകയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സഭാഭരണം ബുദ്ധിയും ഹൃദയവും കൊണ്ടാണ്, കാലുകൾ കൊണ്ടല്ല എന്നായിരുന്നു പിതാവിന്റെ കർമ്മത്തിൽ കലർന്ന മറുപടി. പ്രത്യാശയുടെ പാതിയിൽ ആത്മബലത്തോടെ എന്നാണ് ഈ വർഷം അദ്ദേഹം നൽകിയ വിശേഷണം. ഗുരുതര രോഗാവസ്ഥയോട് മല്ലടിക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന നൽകുന്ന പ്രത്യാശയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഇന്നെന്താണ്? ചെറിയ വേദനകളിലും ശകനങ്ങളിലും മനമടുക്കുകയും ആവലാതിപ്പെടുകയും ജീവിതത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെ പോരാട്ടം ഉത്തമമായ പാഠമാണ്, മാതൃകയാണ്. സ്ഥാനാരോഹണത്തിന്റെ 12ാം വാർഷികം ആശുപത്രി മുറിയിൽ ആഘോഷിച്ചു എന്നത് നമ്മൾ കണ്ടു. രോഗാവസ്ഥയിലിരുന്ന സമയത്തും ഗാസിയിലെ ഇടവകയിലുള്ള വികാരിയച്ഛനെ എല്ലാ ആഴ്ചയും അദ്ദേഹം നേരിട്ട് വിളിച്ച് സംസാരിച്ചു. എത്രമാത്രം കർമ്മനിരതനായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ വേറെ ഒരിടത്തും പോകേണ്ടതില്ല. പാവങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും മതമോ ഭാഷയോ നോക്കാതെ താതാത്മ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മതങ്ങൾക്ക് അതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിന്റെ വിരിഞ്ഞ കൈകൾ സ്വർഗത്തിലെ പിതാവിന്റെ ഭൂമിയിലെ യഥാർത്ഥ പ്രതിനിധിയാക്കി അദ്ദേഹത്തെ മാറ്റി. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തോടും മലയാളികളോടും എന്നും പ്രത്യേക സ്നേഹം പുലർത്തിയിരുന്ന പരിശുദ്ധ പിതാവിന്റെ ഓർമ്മകൾ നമ്മെ എന്നും പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിന്റെ മഹാപിതാവിന്റെ വേർപാടിൽ ലോകം കേഴുമ്പോൾ ആ വേദനയിൽ ഞാനും പങ്കുചേരുകയാണ്.